വാർത്തകളിലേക്ക് കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് ഒരു നല്ല പുലരി നേർന്നുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. വിശദമായ വാർത്തകൾ നിരവധിയുണ്ട്. ആദ്യ വാർത്ത തന്നെ KSRTC ജീവനക്കാരുടെ സമരമാണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് TDF നടത്തുന്ന പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ തുടരും. പണിമുടക്ക് ഒഴിവാക്കാൻ യൂണിയൻ നേതാക്കളുമായി KSRTC CMD ചർച്ച നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കോഴിക്കോട് നിന്ന് റിയാസ് KMR നൽകും. ആദ്യം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. വിഷ്ണു കരുണാകരനുണ്ട് നമ്മളോടൊപ്പം. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പോൾ പ്രധാനമായും ഈയൊരു ചർച്ച അല്ലെങ്കിൽ ഈയൊരു സമരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സമരം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കിട്ടിയപ്പോൾ തന്നെ ഒരു ചർച്ച നടന്നിരുന്നുവെങ്കിലും ആ ഒരു ചർച്ച പരാജയത്തിലേക്കാണ് പോയത്. ഇനിയും എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സമരം പുരോഗമിക്കുന്നത്? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഒരു സമരത്തോടുള്ള അധികൃതരുടെ മറുപടി? കാളിദാസൻ, ഇന്ന് പണിമുടക്കാണ് തിരുവനന്തപുരത്ത് അടക്കം എല്ലായിടങ്ങളിലും സംസ്ഥാന വ്യാപകമായി TDF പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പണിമുടക്ക് ഒഴിവാക്കാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് സമരം ശക്തമാക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. TDF പണിമുടക്ക് കഴിഞ്ഞ രാത്രി, അതായത് അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിച്ചതാണ്. ഇനി അടുത്ത അർദ്ധരാത്രി 12 മണി വരെ ഇത് തുടരും. 24 മണിക്കൂറാണ് സമരം ചെയ്യാനുള്ള തീരുമാനം, പണിമുടക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം. ഏതായാലും 50%-ലധികം KSRTC വാഹനങ്ങളുടെ ട്രിപ്പ് മുടക്കാൻ സാധിക്കുമെന്നാണ് TDF പറഞ്ഞിരുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനയാണ്. അതേസമയം തന്നെ ഇപ്പോൾ പണിമുടക്ക് കാര്യമായി ബാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തെല്ലാം വാഹനങ്ങളുണ്ട്. KSRTC ബസ്സുകൾ എത്തിത്തുടങ്ങി, നിരത്തിൽ ഓടുന്നുണ്ട്. ആർക്കും അതിന് തടസ്സം ഉണ്ടായിട്ടില്ല. ഇതുവരെയും കുറേ നേരമായി തന്നെ വലിയ തിരക്ക് പതിവിൽ കൂടുതലാണ് എന്ന് വേണം പറയേണ്ടത്. തലസ്ഥാനത്ത് നഗരത്തിനുള്ളിലൊക്കെ നല്ല തിരക്കുണ്ട്, ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ കാണാൻ സാധിക്കും. എല്ലാ ബസ്സുകളും ഓടി തുടങ്ങി എന്നാണ് പറയാം. ദീർഘദൂര ബസ്സുകളെല്ലാം തടയുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷേ കാര്യമായി വില പോയിട്ടില്ല. ആ പ്രതിഷേധങ്ങളോ പണിമുടക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ദീർഘദൂര സർവീസുകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ അത് കൃത്യമായി പോകുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് വലിയ തടസ്സമൊന്നും നേരിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സമരം അല്ലെങ്കിൽ ഈ പണിമുടക്ക് അത് ഭാവിലും വ്യക്തമായി പറയാൻ സാധിക്കില്ല. അത്രത്തോളം തിരക്കിൽ വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പണിമുടക്ക് നടന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ യാത്രയെ ബുദ്ധിമുട്ടിക്കും, ജനജീവിതത്തെ വലിയ കാര്യമായ രീതിയിൽ ബാധിക്കും എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും ജോലിയിൽ ഉണ്ടാകണം എന്നുള്ള നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് പണിമുടക്കിനെ അട്ടിമറിക്കാനുള്ള ശ്രമം എന്ന് തന്നെയാണ് TDF പറയുന്നത്. അത്തരത്തിൽ TDF പറയുമ്പോൾ പോലും ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടണം അതെന്ന് കണ്ടിരിക്കുകയാണ്. അതായത് TDF നേതൃത്വം എല്ലാം വ്യക്തമാക്കുന്നത് അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, ഇന്ന് വാഹനങ്ങൾ തടയുമെന്നാണ്. അത് ഏതായാലും ഇതുവരെയും വലിയ രീതിയിലുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും വാഹനങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്, യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രാവിലെ നല്ല തിരക്കുണ്ട്. സാധാരണഗതിയിലുള്ളതുപോലെ തന്നെയാണ് ഇന്നും നിരത്തിൽ KSRTC ബസ്സുകൾ ഓടുന്നത്. ഇനി അല്പസമയം കഴിഞ്ഞിട്ടായേക്കാം ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. കാളിദാസൻ. വിഷ്ണു, ഇപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ എടുത്തു പറയേണ്ടത്, വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ വാഹനങ്ങൾ, നിരവധി KSRTC വാഹനങ്ങൾ ഇപ്പോൾ ഓടുന്നുണ്ട്. ഒരു വിഭാഗത്തിന്റെ പണിമുടക്ക് മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ മറ്റൊരു വിഭാഗം എന്തായാലും അതിനനുസരിച്ച് കൃത്യമായി അവരുടെ പണിയിലേക്ക് വ്യാപൃതരാവും. TDFന്റെ ഭാഗത്തു നിന്നും അവർ പണിമുടക്കിലേക്ക് എത്തുമ്പോൾ അതിനെ ഒരു അട്ടിമറി ശ്രമമെന്ന് TDF പറയുമ്പോഴും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ ഈ ആ ഒരു പരിഗണന കൂടി നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പുറത്തെ ഈ സമരം ചെയ്യാത്ത വിഭാഗം അത് തന്നെ പരിഗണിച്ച് തന്നെയായിരിക്കും ഈ ഒരു അവരുടെ ജോലികളിലേക്ക് വ്യാപൃതരായി ഇപ്പോൾ പണിയിലേക്കെല്ലാം കടന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം, അല്ലേ?
കാളിദാസൻ, തീർച്ചയായിട്ടും രണ്ട് സംഘടനകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആകട്ടെ, ഏതായാലും TDF പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ 50% KSRTCയുടെ യാത്ര മുടക്കാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതൊന്നും സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് രാവിലെ മുതൽ അല്ലെങ്കിൽ അർദ്ധരാത്രി മുതൽ തന്നെ അത് പ്രവർത്തിച്ച് കാണിക്കുന്നത്. എന്നാൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ വാഹനങ്ങൾ തടയുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ യാത്രാക്ലേശം ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് സംഘടനകൾ TDFന് പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങളെല്ലാം കൃത്യമായി എല്ലാ ഭാഗത്തും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനായി യാത്ര ചെയ്യാൻ KSRTC ഇന്നും വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ നേരത്തെ തന്നെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളെല്ലാം നടന്നതാണ്. CMDയുമായി ചർച്ച നടത്തി. TDF ഒരു വിധത്തിലും അടുക്കുന്നില്ല. ഈ ചർച്ചകളിലെല്ലാം ആവശ്യപ്പെട്ടിരുന്നത്, ഈ സംഘടനയുടെ പ്രധാന ആവശ്യം KSRTC ജീവനക്കാർക്ക് കൃത്യമായി 1-ാം തീയതി തന്നെ ശമ്പളം നൽകണം. അതോടൊപ്പം തന്നെ KSRTC ജീവനക്കാർക്ക് നൽകാനുള്ള ഈ DA കുടിശ്ശിക 31% നൽകണം, പെൻഷൻ അടക്കമുള്ള തുകയിൽ കുടിശ്ശിക തീർക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഒറ്റത്തവണ കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം വളരെ വേഗത്തിൽ പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് KSRTC ചൂണ്ടിക്കാട്ടിയത്. ഗതാഗത വകുപ്പൊക്കെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സമരത്തിലേക്ക് കടക്കണം, പണിമുടക്ക് തന്നെ നടത്തണമെന്ന് TDF തീരുമാനിച്ചിരിക്കുന്നത്. ഈ TDF നടത്തുന്ന ഈ പ്രതിഷേധത്തിന് പിന്തുണ ലഭിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും TDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കോൺഗ്രസ് അനുകൂലമായി നിൽക്കുന്ന ജീവനക്കാർ പലയിടത്തും വാഹനങ്ങൾ എടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥാപനങ്ങളിൽ എത്തി ജോലി ചെയ്യാൻ നിർബന്ധിതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒരു അതായത് പണിമുടക്ക് വലിയ രീതിയിൽ തുടർന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിൽ ഇത് വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് കടന്നിട്ടില്ല ഇതുവരെയും. എന്നാലും ഇനിയും മണിക്കൂറുകളുണ്ട്. അർദ്ധരാത്രി 12 മണി വരെയാണ് ഇത് തുടർന്നു പോകുന്നത്. ഗതാഗത മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട്. ഇത് വലിയ പണിമുടക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇത് ജനങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെല്ലാം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് ഏതായാലും നിലവിൽ ആളുകൾക്ക് യാത്ര ചെയ്യുന്നുണ്ട്. KSRTC പ്രവർത്തനം നന്നായി പോകുന്നുണ്ട്. തലസ്ഥാനത്ത് എല്ലായിടത്തും ബസ്സുകൾ എത്തുന്നുണ്ട്. ബസ് ടെർമിനൽ തലസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിൽ പോലും ശക്തമായ രീതിയിലുള്ള സർവീസുകൾ നടക്കുന്നുണ്ട്. വാഹനമെല്ലാം കൃത്യമാണ്. ഇവിടെ ഗതാഗത സുരക്ഷ ഏർപ്പെടുത്തി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാളിദാസൻ. തീർച്ചയായും വിഷ്ണു, ഇപ്പോൾ തലസ്ഥാനത്തെ ഒരു സ്ഥിതി നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ രീതിയിലൊരു സമരമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാവുന്നത്. വിഷ്ണുവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്കത് തന്നെയാണ് മനസ്സിലാവുന്നത്. ബസ്സുകൾ ഒരു സാധാരണ നിലയിൽ എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ ഓടുന്നുണ്ട് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. നമ്മൾ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ മലബാർ മേഖലയിലേക്ക്, കോഴിക്കോടേക്ക് ഒന്ന് പോകുന്നു. റിയാസ് KMR ഉണ്ട് നമ്മളോടൊപ്പം. റിയാസ്, തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല. 50%-ഓളം പണിമുടക്ക് അല്ലെങ്കിൽ 50% ബസ്സുകളും ഇന്ന് നിരത്തിൽ ഇറങ്ങില്ല എന്നുള്ള തരത്തിൽ തന്നെ TDF അടക്കം പറഞ്ഞിരുന്നു. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു സമരം പുരോഗമിക്കുന്നത്? കാളിദാസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ KSRTC ജീവനക്കാരുടെ 24 മണിക്കൂർ പണിമുടക്ക് അത് പുരോഗമിക്കുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചും ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചില ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്മളിവിടെ വന്നതിന് ശേഷം ബസ്സുകൾ സർവീസ് നടത്തുന്നത് കാണുന്നുണ്ട്. പക്ഷേ 12 ആവശ്യങ്ങളുമായി സമരത്തിൽ തന്നെയാണ് TDFിൻ്റെ പ്രവർത്തകർ, INTUC നേതൃത്വത്തിലുള്ള TDFിൻ്റെ പ്രവർത്തകർ. അവർ പറയുന്ന ഒരു കാര്യം, 50%-ലധികം KSRTC ജീവനക്കാർ തങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ TDFിൻ്റെ പ്രവർത്തകർ തന്നെയുണ്ട്. ഈ ഒരു സമരം 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്, ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ മറ്റ് പ്രധാന ആവശ്യങ്ങൾ? ഞങ്ങളുടെ DA ഒരു 0% DA ആണ് ഞങ്ങൾക്ക് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. 1% പോലും DA കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അത് വെച്ച് ഞങ്ങൾക്ക് ശരിക്കും ഒരു ജീവനക്കാരന് 10-15,000 രൂപയോളം ശമ്പളത്തിൽ നഷ്ടമാണ് സംഭവിക്കുന്നത് മാസത്തിൽ.
അപ്പോൾ സർക്കാർ പിടിച്ചെടുക്കാൻ ഞങ്ങളെടുത്തു, ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ. അപ്പോൾ അത് ഞങ്ങളെ ജീവിത ചെലവിന് നിത്യവൃത്തിക്ക് വേണ്ട പൈസയാണ്. അപ്പോൾ അത്രയും പരിമിതമായ അവസ്ഥയിൽ ശമ്പളം കിട്ടാതെയും കൂടി ഞങ്ങൾ ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലെക്കുന്നത്. ജോലി എടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി മക്കളുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഇന്നില്ല. ഇന്ന് മാസം 30, ഇന്നിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ശമ്പളം വന്നിട്ടില്ല ഇതുവരെ. ഈ മാസം ലാസ്റ്റ് 30-ൻ്റെ ഉള്ളിലാണ് ഞങ്ങളെ കഴിഞ്ഞ മാസം 30 ദിവസം പണിയെടുത്ത. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ ശമ്പളം പെൻഡിങ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ എന്താണ് മാർഗം? ഇത് 100 മാസത്തിനടുത്തായി ഇതേ നില തുടരാൻ തുടങ്ങിയിട്ട്. ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസം പോലും കൃത്യമായ ശമ്പളം കിട്ടിയിട്ടില്ല. അത് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയത്. പക്ഷെ പല KSRTCകളും ഇന്ന് ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ആളുകൾക്ക് കൂടി വേണ്ടിയല്ലേ? അതെ, തീർച്ചയായിട്ടും KSRTCയിലെ മൊത്തം തൊഴിലാളികളുടെ മാത്രം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ TDFന്റെ നേതൃത്വത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന 50% പരം സ്ഥിരം ജീവനക്കാർ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് തലത്തിലും സർക്കാർ തലത്തിലും ബദലികൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു PSC മുഖാന്തരം ഒരു ജോലി കിട്ടിയിട്ട്, ഒരു സ്ഥിരം നിയമനം കിട്ടിയ ഞങ്ങൾ മാസം മുഴുവൻ ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂലിക്ക് വേണ്ടി ഇതേപോലുള്ള പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭങ്ങളുമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. മാത്രമല്ല ഓരോ മാസത്തിലും, ഇപ്പോൾ ഇന്നലെ പോലും നമ്മളുടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞത് 1-ാം തീയതി ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കുണ്ട്, കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരുടെ ശുശ്രൂഷ, കുട്ടികളുടെ പഠിത്തം. സാധാരണ രീതിയിലുള്ള ഒരു ജീവനക്കാരന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. തുച്ഛമായ വേതനം കൊണ്ട് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കഴിയാണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ മറ്റൊന്ന്, ഈ KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നു എന്നുള്ള തരത്തിലുള്ള ഇത്, പക്ഷേ ജനുവരി മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. മറ്റ് ഇടപെടലുകൾ എങ്ങനെയാണ്? ഈ KB ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധിക്ക് വന്നിട്ടുണ്ട്? ഒരിക്കലുമില്ല. ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്ന് കിട്ടുന്നത് അറിയില്ല. മന്ത്രി വെറുതെ കബളിപ്പിക്കുകയാണ്. മന്ത്രി വെറും തള്ളതല്ലേ ചെയ്യുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു കാര്യവും മന്ത്രി മാറിയത് കൊണ്ട് പുതിയതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു ബസ്സില്ല, പുതിയ ബസ് ഇറക്കുന്നൊന്നും പറയുന്നതല്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ബസ് വന്നില്ല. നിലവിൽ 15 വർഷം ഓടി കണ്ടം ചെയ്യേണ്ട ബസ്സുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർവീസ് നടത്തിയിട്ട് നിലവിലെ ഒരു 11 കോടി ഉറുപ്പിക നിലവിലെ കളക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അത് നമ്മുടെ ടാർഗറ്റിൻ്റെ മുകളിൽ വന്നു. എന്നിട്ട് പോലും അതുകൂടാതെ ശബരിമല സീസൺ, ഈ സീസണിൽ പോലും ഒരു മാസം പോലും ശമ്പളം കൃത്യമായി തരാൻ നമ്മുടെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ പറയാമെന്നല്ലാതെ വേറെ ഒരു ഗുണം തൊഴിലാളിക്ക് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് കാളിദാസ്. മന്ത്രി KB ഗണേഷ് കുമാർ തള്ളുകയാണ്. വെറും തള്ളൽ മാത്രമാണ് KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന് ജീവനക്കാർ പറയുന്നു. സമരം ചെയ്യുന്ന ജീവനക്കാർ പറയുന്നത് അങ്ങനെയാണ്. മാത്രമല്ല, അവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പുതിയ വാഹനങ്ങൾ KSRTCക്ക് അനുവദിക്കണം. 15 വർഷത്തിലധികം ഉപയോഗിച്ച് കണ്ടം ചെയ്യേണ്ടി വരുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അത്തരം ബസ്സുകൾ ഓടിച്ച് അപകടകരമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധി ശമ്പളം തന്നെയാണ്. മറ്റു പല സർക്കാർ വകുപ്പുകളിലും കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക്, അവർ സർക്കാർ ജീവനക്കാരാണ്, പറയുമ്പോൾ സർക്കാർ ജീവനക്കാരാണ്, സ്ഥിരം ജീവനക്കാരാണ്, പക്ഷേ കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. മാത്രമല്ല, ഇന്ന് 50%-ലേറെ ജീവനക്കാർ ഇവരുമായി സഹകരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് ബദൽ ജീവനക്കാരെ ഇറക്കിക്കൊണ്ടാണ് സർക്കാരും മാനേജ്മെൻറ്റും ഈ സമരത്തെ പൊളിക്കാൻ നീക്കം നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് ഈ സമരം നടത്തുന്ന TDFന്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ചില ബസ്സുകളെങ്കിലും ഇവിടെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഇത് ബദൽ ജീവനക്കാരെ ഇറക്കിക്കൊണ്ടാണ്. ഈ സമരത്തെ പൊളിക്കുകയാണ് ഇതിലൂടെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ, ഈ ബസ്സുകളിലെ ജീവനക്കാർക്ക് വേണ്ടി കൂടിയാണ് തങ്ങളുടെ സമരം എന്നൊരു വാദം കൂടിയാണ് ഇപ്പോൾ ഈ ജീവനക്കാർ ഉന്നയിക്കുന്നത്. കാളിദാസ്, റിയാസ്, എന്തായാലും ഈ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമരത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ചർച്ച നടന്നിരുന്നു. അത് പരാജയത്തിലാണ് ചെന്ന് നിന്നത്. കാരണം CMDയുടെ നേതൃത്വത്തിലടക്കം
ചർച്ച നടന്നിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സമരം നടക്കുമെന്നുള്ളത് സർക്കാരിനടക്കം വ്യക്തമായി. അതാണ് ഡയസ് നോൺ പ്രഖ്യാപനത്തിലേക്കുമെല്ലാം കടന്നത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു CMD ഇടപെട്ടതല്ലാതെ ഗതാഗത വകുപ്പ് മന്ത്രി ഇങ്ങനെയൊരു സമരം വരുമെന്ന് മുൻകൂട്ടി കണ്ട് അവിടുന്ന് ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും മന്ത്രി അടക്കം ഗതാഗത വകുപ്പ് ഈ ഒരു ആവശ്യങ്ങൾ ഒന്നുപോലും കണക്കിലാക്കാത്തത്, അല്ലെങ്കിൽ കണക്കിലെടുക്കാത്തത് എന്നുള്ള ചോദ്യം കൂടിയല്ലേ ഈ ഒരു സമയത്ത് ഉയരുന്നത്? CMD ഇടപെട്ടാണ് ഈ സമരം നിങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ച നടത്തിയത്. ആ ചർച്ച പരാജയമായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് നേരത്തെ സൂചന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടാതിരുന്നത്? സാധാരണ നമ്മളൊരു സംഘടന സമരം പ്രഖ്യാപിക്കുമ്പോൾ അത് ഗതാഗത മന്ത്രിയെ മാനേജ്മെന്റിനെ അറിയിച്ചുകൊണ്ടാണ് ചെയ്യുക. അതേ രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്രവർത്തനമെന്നോണം CMD ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങളും ചെയ്തു തരില്ല എന്ന രീതിയിലുള്ള അതുകൊണ്ട് ചർച്ച അലസിപ്പിരിയാണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം മുന്നോട്ട് പോകാണ്ടായത്. അതായത് മന്ത്രി അറിഞ്ഞിട്ടും മന്ത്രി ഇടപെട്ടില്ല. മന്ത്രി അറിയാതിരിക്കില്ലല്ലോ. നമ്മുടെ മന്ത്രിയുടെ വകുപ്പിൽ നമ്മളൊരു സമരം നടക്കുമ്പോൾ മാനേജ്മെന്റ് മന്ത്രി എന്തായാലും അറിയിക്കുന്നു. അതേപോലെ തന്നെ തൊഴിലാളി നേതാക്കളും അറിയിക്കും. അപ്പൊ അതിന് വേണ്ടത്ര രീതിയിൽ മന്ത്രിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഭാഗത്തോ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് കാളിദാസ്. അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം അവർ തന്നെ നൽകിയിരിക്കുന്നു. മന്ത്രി കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു ആരോപണം, ഒരു ആക്ഷേപം ഈ സമരം ചെയ്യുന്ന TDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമായി ഇന്നിപ്പോൾ പോകുമെങ്കിൽ കൂടിയും ഇനി ശക്തമായ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നൊരു മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട്. തീർച്ചയായും റിയാസ്, എന്തായാലും ആ ഒരു സമരം ഇപ്പോൾ പുരോഗമിക്കുന്നു. എന്നാൽ ബദൽ ജീവനക്കാരെ വെച്ച് സർക്കാരും അതിനനുസരിച്ച് കൃത്യമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. നമ്മൾ തലസ്ഥാനത്തേക്ക് വീണ്ടും കൂടെ പോകുന്നു. വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, കോഴിക്കോടുള്ള സമരക്കാരെ സംബന്ധിച്ച് അവരും പറയുന്നത് ഈ ഒരു സമരം നടക്കുന്നതിന് മുൻപേ ചർച്ച പരാജയമായിരുന്നു. അതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സമരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ചർച്ചയിലേക്കും കടക്കുന്നതിന് മുമ്പ്, ഏറെ നാൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയൊരു സമരം ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചനയൊക്കെ ഗതാഗത വകുപ്പിനും അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രിക്കുമൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് പോലും അത്രയുമധികം പരിഗണിക്കപ്പെടേണ്ട ആവശ്യങ്ങളായിട്ട് പോലും മന്ത്രി ഈ ഒരു സമരം മുന്നിൽ കണ്ടിട്ട് പോലും ഒരു നീക്കം നടത്തിയില്ല, അല്ലെങ്കിൽ കൃത്യമായൊരു നടപടി എടുത്തില്ല എന്നുള്ളൊരു പരാതി ആണ് ആ വാക്കുകളിൽ നിന്ന്, കോഴിക്കോട്ടെ TDF പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയായിരിക്കും അല്ലേ തലസ്ഥാനത്തെ ഈ ഒരു TDF സമരക്കാർക്കും? ഇതേ അഭിപ്രായം തന്നെയായിരിക്കും അല്ലേ? കാളിദാസൻ, തീർച്ചയായിട്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് TDF-ലെ പ്രവർത്തകരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സൂചനാ പണിമുടക്ക് തന്നെയാണെന്ന് സൂചിപ്പിക്കാം. ഇനിയും പണിമുടക്കുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ TDF-ന്റെ ആവശ്യം കൃത്യമായി എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകണം. അതോടൊപ്പം തന്നെ DA കുടിശ്ശിക നൽകണം. മാത്രമല്ല പെൻഷൻ അടക്കമുള്ള തുക നൽകാനുള്ളത് ഇനിയും നൽകേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായി എത്തിക്കണമെന്നാണ്, അത് എല്ലാം വേഗത്തിൽ തന്നെ ആക്കണമെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. പണമാണ്, ഇത് നൽകണം, ധനപ്രതിസന്ധിയുണ്ട്. ഈ ഘട്ടത്തിലെല്ലാം ഇത് കൃത്യമായി നൽകുന്നതിൽ ബുദ്ധിമുട്ടുള്ളതായി സർക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ KSRTC-യുമായി നടത്തിയ ചർച്ചയിൽ ഇത് പരാജയപ്പെടുകയായിരുന്നു. ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. CMD-യുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് നിശ്ചയിച്ച ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് പണിമുടക്കുണ്ട്. പലയിടത്തും ഭാഗികമായി തടസ്സപ്പെടുത്താനുള്ള സാധ്യതകളെല്ലാം കണ്ടിരുന്നു. എന്നാൽ തലസ്ഥാനത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഇവിടെ തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ ബസ്സുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ബസ്സുകൾ രാവിലെ മുതൽ തന്നെ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ അർദ്ധരാത്രിയുള്ള ദീർഘദൂര സർവീസുകളും ഒരു മുടക്കവും ഇല്ലാതെ പോയി. ജനങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം TDF സമരവുമായി അല്ല ഇപ്പോൾ രംഗത്തുള്ളത്, പണിമുടക്കാണ്. അതുകൊണ്ട് പ്രതിഷേധമൊന്നും കാണുന്നില്ല. പണിമുടക്ക് തുടരുന്നു. TDF പ്രവർത്തകർ പല ആളുകളും ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് ഡയസ് നോൺ പ്രഖ്യാപിച്ചത് തന്നെയാണ്. സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഒരു മുഴം മുന്നേ എറിഞ്ഞു എന്ന് വേണം പറയേണ്ടത്. അതായത് എങ്ങനെ ഈ സമരത്തെ
തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ പണിമുടക്കിനെ എങ്ങനെ നിർത്തലാക്കാം, ജനങ്ങൾക്ക് എങ്ങനെ ബസ് സർവീസ് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാം എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു കാണും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ ഡയൻസ്റ്റോൺ പ്രഖ്യാപിച്ചത്. ഏതായാലും തൊഴിലിന് എത്തുന്ന ആളുകളെയും നമ്മൾ കണ്ടിരുന്നു. തലസ്ഥാനത്ത് ഈ ജോലിയിൽ പല KSRTC ജീവനക്കാരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. KSRTCയുടെ യാത്രയ്ക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് രാവിലെ ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. ഇനി വരും മണിക്കൂർ, അതായത് രാത്രി 12 മണി വരെ ഇത് തുടരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പണിമുടക്കിൽ ഇനി സാധ്യതകളുണ്ട്. എപ്പോഴെങ്കിലും ബസ് തടയാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. TDF പ്രവർത്തകരും ഒക്കെ രംഗത്തുണ്ടാകും. TDFുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല സംഘടനകളുമായി നിൽക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കരുതി വച്ചിരിക്കുന്നതെന്ന് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. കാളിദാസൻ, അതുതന്നെയാണ്, സമരം പുരോഗമിക്കുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ കൂടി സമരക്കാരടക്കം നേരിടുന്നു. കാരണം അവർക്ക് പകരം ബദൽ ജീവനക്കാരെ നിയമപ്പെടുത്തി അല്ലെങ്കിൽ ബദൽ ജീവനക്കാരെ വെച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സമരം. എന്തുകൊണ്ട് ഈ ഒരു ആവശ്യങ്ങൾ നേരത്തെ തന്നെ കണക്കിലെടുത്തില്ല എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. ആ ഒരു ആവശ്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സമരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കോഴിക്കോട് നിന്ന് റിയാസ് KMR വിവരങ്ങൾ നൽകിയത്. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. സുധാകരനും അമ്മ ലക്ഷ്മിയും വെട്ടേറ്റ് വീണ പോത്തുണ്ടിയിലെ വീട്ടിലും ചെന്താമര ആയുധങ്ങൾ സൂക്ഷിച്ച വീട്ടിലും തെളിവെടുപ്പ് നടത്തും. ജനുവരി 27-നാണ് അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 28-ന് രാത്രി മാട്ടായിലെ വീടിന് സമീപത്തെ വയലിൽ നിന്നാണ് പിടികൂടിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. കേസിൽ ജയിലിലായിരുന്ന ചെന്താമര 2 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്.